സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശശി തരൂർ വീണ്ടും ഓൺ പാർ, ബാറ്റിംഗ് തുടങ്ങി. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ശശി തരൂർ വീണ്ടും രംഗത്ത് വന്നത്. ഓപ്പറേഷൻ സിന്ദൂർ നടന്നുകൊണ്ടിരുന്നപ്പോൾ ലോകത്താകെ നയിച്ച് സകല രാജ്യങ്ങളിലും ഏകദേശം 32 രാജ്യങ്ങളിൽ, അമേരിക്ക അടക്കമുള്ള റഷ്യ ഉൾപ്പെടെ ചൈന ഉൾപ്പെടെ 32 രാജ്യങ്ങളിലേക്ക് 59 എം പിമാരുമായും എം പിമാരുമായിട്ടൊക്കെ പോയ സംഘത്തിൻ്റെ തലവനായി നിന്നുകൊണ്ട് വലിയ രീതിയിൽ ഇന്ത്യ ഗവൺമെൻറ്റിനെ അഭിനന്ദിച്ച് കോൺഗ്രസിനെ എപ്പോഴും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ ശശി തരൂർ ഒന്നടങ്ങി ഒതുങ്ങി ഇങ്ങനെ വന്നതാണ്. അപ്പോൾ എല്ലാവരും രക്ഷപ്പെട്ടു, കോൺഗ്രസ്സൊക്കെ രക്ഷപ്പെട്ടു. ഞാനിനി കോൺഗ്രസിൽ തന്നെ, BJP-യിലൊന്നും പോകില്ല. അതിൻ്റെ ഇടയ്ക്ക് ഉപരാഷ്ട്രപതി സീറ്റ് പലരും വാഗ്ദാനം ചെയ്തെന്ന് പറഞ്ഞു. അദ്ദേഹം ഉപരാഷ്ട്രപതി വേറെ വന്നു. അങ്ങനെ ശശി തരൂരിന് പിന്നെ വിദേശ അംബാസഡർ, ഒരുപാട് കാര്യങ്ങൾ, ഐക്യരാഷ്ട്രസഭയിലെ പ്രതിനിധി, മോഹങ്ങളുടെ പഞ്ചാര പെരുമഴയായിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അവസാനം പക്ഷേ ശശി തരൂർ ആരാ മോൻ, വെറുതെ ഇരിക്കുമോ? അദ്ദേഹം ഡോക്ടറല്ലേ, അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ ജോലി ചെയ്ത ആളല്ലേ. അദ്ദേഹം വീണ്ടും വന്നിരിക്കുന്നു. അടുത്ത വഴിയിൽ കൂടി അദ്ദേഹത്തെ കൊല്ലത്തേക്ക് പോകാൻ അനുവദിച്ചിരിക്കാതിരുന്നാൽ അദ്ദേഹം ചെങ്കോട്ട വഴി കൊല്ലത്ത് വരും. അതാണ് നേരെ അനുവദിച്ചിരിക്കുന്നത്. അതാണ് ഡോക്ടർ ശശി തരൂർ സാർ. ഇപ്പോൾ മോഡി സർക്കാരിനെ വീണ്ടും അഭിനന്ദിച്ചിരിക്കുകയാണ്. 70,000 കോടി രൂപ സമുദ്രമേഖലയിൽ മുടക്കുന്ന രാജ്യം എന്ന് പറയുന്ന രീതിയിൽ സമുദ്ര ശക്തിയായി ഇന്ത്യ മാറുകയാണ്. വലിയ സന്തോഷമുണ്ട്. ഇന്ത്യ ആഗോള സമുദ്ര ശക്തിയായി മാറുന്നതിൽ വലിയ സന്തോഷമുണ്ട് എന്നാണ് ശശി തരൂർ സാർ പറഞ്ഞത്. അതുപോലെ തന്നെ മെഡിക്കൽ സീറ്റുകളൊക്കെ ഒരുപാട് വരുന്നു, പുതിയ മെഡിക്കൽ സീറ്റുകൾ വരുന്നു. ഇതിലൊക്കെ വലിയ സന്തോഷമുണ്ടെന്നാണ് ശശി തരൂർ സാർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വലിയ വലിയ രീതിയിലുള്ള അഭിനന്ദനമാണ് വീണ്ടും ഗവൺമെൻറ്റിന് അനുകൂലമായി, മോഡി സർക്കാരിന് അനുകൂലമായി ശശി തരൂർ സാർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വീണ്ടും ഇപ്പോൾ കോൺഗ്രസ് പ്രതിരോധത്തിലാവും. എപ്പോഴൊക്കെ ഡോക്ടർ ശശി തരൂർ ഗവൺമെൻറ്റിനെ പ്രകീർത്തിക്കുമോ അപ്പോഴൊക്കെ കോൺഗ്രസ് ഒരു പ്രതിസന്ധിയിലാവും. പക്ഷേ പ്രതിസന്ധിയിലാവുമ്പോൾ 4 ദിവസം നിറഞ്ഞിരിക്കും. എനിക്കൊരു സംശയം, ഒരു മീഡിയ മാനിയാണോ അതോ സത്യസന്ധമായി പറയുന്നതാണോ അതോ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒരു തട്ടിക്കഴിഞ്ഞാൽ പിന്നെ പാർട്ടി പ്രവർത്തകരെല്ലാം അതിൻ്റെ പുറകെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുമല്ലോ. ശശിയേട്ടൻ പറഞ്ഞ് ശരിയായില്ല എന്ന് കുറച്ച് പേര്, ശശിയേട്ടൻ അങ്ങനെ തന്നെ പറയണം, ഒന്നുകൂടി മോഡിയെ പറയണം എന്നുള്ള കോൺഗ്രസ്സിലുള്ള മോഡി ഭക്തർ, വെളിയിൽ നിൽക്കുന്ന മോഡി ഭക്തരും കൂടി ചേരുമ്പോൾ ശശി തരൂരിനെ വല്ലാതെ പ്രൊവോക്ക് ചെയ്ത് വീണ്ടും അദ്ദേഹത്തെ കൊണ്ട് പറയിക്കുന്നു. എന്തായാലും ശശി തരൂർ വീണ്ടും രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത ദിവസങ്ങളിൽ ഇനി എന്താണാവോ ശശി തരൂർ പറയുന്നതെന്ന്.